ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കാർഷിക മുന്നേറ്റങ്ങൾക്കും പാർപ്പിട പദ്ധതികൾക്കും മുൻഗണന നൽകി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് 32 കോടിയുടെ വികസന രേഖ വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ അവതരിപ്പിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പുരോഗതിക്ക് പുത്തൻ ദിശാബോധം നൽകുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ അവതരിപ്പിച്ചു. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷ പദ്ധതിയായ 2026-27 വർഷത്തെ പദ്ധതിക്ക് അംഗീകാരം നേടുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണല്ലോ നമ്മൾ. അതുകൊണ്ട് അന്തിമ പദ്ധതിയുടെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ചർച്ചകൾക്ക് ശേഷവും സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ബജറ്റ് വിഹിതത്തിനും അനുസൃതമായിട്ടാണ് കരട് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെ ധനകാര്യ പത്രികകളിലെയും തന്നാണ്ടിലെ, അതായത് 2025-26 പുതുക്കിയ ബഡ്ജറ്റിനെയും അടുത്ത വർഷത്തെ പദ്ധതികളെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആക്ഷൻ പ്ലാനെയും അടിസ്ഥാനപ്പെടുത്തി നിർബന്ധമായി വകയിരുത്തേണ്ട മേഖലകൾക്ക് ആവശ്യമായ വകയിരുത്തലുകളും ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമായ പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ സാങ്കല്പിക കണക്കുകൾക്കും ഊതിപ്പെരുപ്പിച്ച വരവ് ചെലവുകൾക്കുമൊന്നും ഇവിടെ പ്രസക്തിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ലഭിക്കേണ്ട വിവിധ ഫണ്ടുകൾ സമയബന്ധിതമായി ലഭിക്കാത്തതിനാലും ചില ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള കടുത്ത മാനദണ്ഡങ്ങൾ മൂലവും പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കൂടാതെ മാർച്ച് അവസാനം വന്നു ചേരാറുള്ള ട്രഷറി നിയന്ത്രണങ്ങൾ മൂലവും ബില്ലുകൾ മാറിക്കിട്ടാൻ സാധിക്കാതെ വരികയും സ്പിൽ ഓവർ വിഹിതം വർഷങ്ങളായി ലഭിക്കാത്തതിനാൽ ആ ഫണ്ട് നഷ്ടം വരികയും ചെയ്യുന്നതായാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യഭാമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. പ്രതീക്ഷകളുടെ പൊൻവിളക്കുമായി ഒരു പുതിയ സാമ്പത്തിക വർഷം കൂടി കടന്നുവരികയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാണിത്. നെൽകൃഷിക്ക് പ്രാധാന്യം നൽകുന്ന കാർഷിക അധിഷ്ഠിതമായ സമ്പദ്ഘടനയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ സാമൂഹിക അടിത്തറ. മൃഗസംരക്ഷണവും വ്യാപാരങ്ങളും മറ്റ് പരമ്പരാഗത തൊഴിലുകളും ഉൽപാദന മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നുണ്ട്. പാരിസ്ഥിതിക സന്തുലനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ മേഖലകളിൽ എല്ലാം ഇടപെട്ട് സാമ്പത്തിക വിനിമയം ഉറപ്പാക്കി ഓരോ പൗരന്റെയും സംതൃപ്തമായ ജീവനം സാധ്യമാക്കുക എന്നത് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന തന്നെ 2026-27 ബഡ്ജറ്റിൽ നൽകുന്നുണ്ട്. നെൽകൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ DPR തയ്യാറാക്കലും ജലസേചനത്തിന് കുഴൽക്കിണറുകളുടെ നിർമ്മാണം കൂടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് തെരുവുനായ ശല്യം. ഇതിനൊരു ശാശ്വത പരിഹാരമായി തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനുള്ള സ്ഥലം വാങ്ങി ഷെൽട്ടർ നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട്. ഭവന നിർമ്മാണ മേഖലയിൽ പട്ടികജാതി വിഭാഗത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പൊതുവിഭാഗത്തിൽ ഫണ്ടിന്റെ പരിമിതി മൂലം ഈ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. 32 കോടി 45 ലക്ഷം രൂപ വരവും 32 കോടി 29 ലക്ഷം രൂപ ചെലവും 16 ലക്ഷം രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ നട്ടെല്ലായ ജലസേചന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും ഭവനരഹിതരില്ലാത്ത കൊണ്ടാഴി എന്ന ലക്ഷ്യത്തോടെ ഭവന നിർമ്മാണത്തിനും ബഡ്ജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ബഡ്ജറ്റ് മാനുവൽ 2018 ഒരു പുസ്തകം പുറത്തിറങ്ങി. അതിനുശേഷമാണ് കൃത്യമായ കണക്കുകളോട് കൂടി മാത്രം പിന്നെ അത് മാത്രമല്ല, അന്ന് മാർച്ച് മാസത്തിൽ ബഡ്ജറ്റ് അംഗീകരിക്കുകയും പദ്ധതി നമ്മൾ അംഗീകാരം കഴിയുന്നത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ്. അപ്പോൾ ബഡ്ജറ്റിൽ വലിയ കാര്യങ്ങൾ പറയും, ഇതൊന്നും അവരുടെ അവസാനം പദ്ധതി ആയിട്ട് വരിക. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പദ്ധതി അംഗീകാരം നമ്മൾ നേടുന്നതിനൊപ്പം തന്നെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ എന്താണോ വെച്ചിട്ടുള്ളത് അത് മാത്രമേ ബഡ്ജറ്റ് കൊണ്ടുവരാൻ കഴിയൂ. പിന്നെ മുൻ വർഷത്തെ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വരവും ചെലവൊക്കെ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ 2026-27 ബഡ്ജറ്റുമായിട്ടുള്ളതിൽ
അത് ആദ്യത്തെ ഒരു കോളത്തിൽ അവിടെ 25-26 കണക്കുകളാണ്. അപ്പോൾ 25-26 കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഹെഡിനകത്ത് ഏതെങ്കിലും വരവുകൾ വരുന്നെങ്കിൽ അതിൽ കൂടുതൽ വരും, അല്ലെങ്കിൽ ചിലവുകൾ എന്തെങ്കിലും പൈസ കുറവുണ്ടെങ്കിൽ ആ കാര്യം കുറച്ചിട്ടാണ് നമ്മൾ ധനകാര്യ സ്റ്റാൻഡിംഗ് ചർച്ച ചെയ്തുകൊണ്ട് ഈ കായിക മേഖലയിലെ യുവപ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനും വലിയ തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബഡ്ജറ്റ് ചർച്ചയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുഹമ്മദ് കുട്ടി, ബീന എന്നിവർക്കൊപ്പം അംഗങ്ങളായ വിശ്വനാഥൻ, ദീപ, ശശികുമാർ, ബാലഗോപാൽ, രാജു, പീറ്റർ, തങ്കച്ചൻ, ഷിബു എന്നിവരും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി അഭിരാം, അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും ഭരണസമിതിക്കൊപ്പം വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ബഡ്ജറ്റിന്മേലുള്ള അന്തിമ അംഗീകാരത്തിനായി മാർച്ച് 3 ചൊവ്വാഴ്ച യോഗം ചേരും. ന്യൂസ് ഡെസ്ക്, കൊണ്ടാഴി.